അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SSF സാഹിത്യോത്സവത്തിൻ്റെ 33-ാം എഡിഷൻ കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവത്തിലാണ് നാം ഇന്നൊരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ വേളയിൽ എന്നെ ഏറെക്കുറെ ചിന്തിപ്പിച്ച, നാം ഏവരും ഗൗരവത്തോടെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്: സകാത്ത്, സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള പരിഹാരം. പ്രിയപ്പെട്ടവരെ, ഇന്നീ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണ്? അത് സാമ്പത്തിക അസമത്വമാണ്. ഒരു വശത്ത് കോടികൾ വിലമതിക്കുന്ന കൊട്ടാരങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്നവർ, മറുവശത്ത് ഒരു ചാൺ വയറു നിറയ്ക്കാൻ തെരുവിൽ അലയുന്ന പട്ടിണിപ്പാവങ്ങൾ. സമ്പത്ത് ചുരുക്കം ചില ആളുകളുടെ കൈകളിൽ കുന്നുകൂടി കിടക്കുന്നതാണ് ഈ സാമ്പത്തിക അസമത്വത്തിന് കാരണം. ഇവിടെയാണ് സകാത്തിൻ്റെ പ്രാധാന്യം. എന്താണ് സകാത്ത്? സകാത്ത് എന്നത് ഒരു ധനികൻ ദരിദ്രന് നൽകുന്ന ഭിക്ഷയോ അല്ലെങ്കിൽ കാരുണ്യമോ അല്ല, മറിച്ച് ആ ദരിദ്രന് ധനികൻ്റെ സ്വത്തിൽ നിന്നുള്ള അവകാശമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 271-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഅ്തൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിറു അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ദാനധർമ്മം പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതു തന്നെ. എന്നാൽ അത് രഹസ്യമായും ദരിദ്രന് നൽകുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അതിലൂടെ നിങ്ങളുടെ തിന്മകളെല്ലാം മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സകാത്ത് എങ്ങനെയാണ് സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുന്നത്? പണം ഒരിടത്ത് മാത്രം കുന്നുകൂടി കിടക്കാതെ അത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് ഒഴുകാൻ സകാത്ത് വഴി തുറക്കുന്നു. പണം വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ സാമ്പത്തിക രംഗം കൂടുതൽ സജീവമാകുന്നു. രണ്ടാമത്തേത്, അർഹരായ ആളുകളെ കണ്ടെത്തി കൃത്യമായ സകാത്ത് എത്തിക്കുമ്പോൾ അവർക്ക് തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം എന്നിവ ഉറപ്പാക്കാൻ സാധിക്കുന്നു. 3, കടബാധ്യതയുള്ളവർക്കും വഴിപോക്കർക്കും വരുമാനമില്ലാത്തവർക്കും സകാത്ത് ഒരു തണലായി മാറുന്നു. ഇത് സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും സാമ്പത്തിക ചൂഷണം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ, ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ അന്ന് സകാത്ത് കൊടുക്കാനായി ഒരു ദരിദ്രൻ പോലും ഇല്ലാത്ത അവസ്ഥ ഇന്ന് നമുക്ക് കാണാം. സകാത്ത് കാരണം ഒരു സമൂഹത്തിലെ മുഴുവൻ അസമത്വങ്ങളും തുടച്ചു നീക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. സമ്പത്ത് വെറുതെ പൂഴ്ത്തിവെക്കാതെ അത് സമൂഹത്തിൻ്റെ നന്മക്കായി ഉപയോഗിക്കുമ്പോൾ അവിടെ സാമ്പത്തിക തുല്യത കൈവരിക്കുന്നു. സകാത്ത് വാങ്ങുന്നവൻ എന്നേക്കുമാരോ യാചകനായി തീരുകയല്ല ഈ സംവിധാനം ചെയ്യുന്നത്, മറിച്ച് ഈ വർഷം സകാത്ത് വാങ്ങിയവൻ അടുത്ത വർഷം സകാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശാക്തീകരണ പ്രക്രിയയാണിത്. വിദ്യാഭ്യാസം, തൊഴിൽ, ചികിത്സ എന്നീ മേഖലകളിൽ സകാത്ത് ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നതിലൂടെ സമൂഹത്തിലെ മുഴുവൻ ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സകാത്ത് ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, സാമൂഹിക നീതിയുടെ പ്രഖ്യാപനമാണ്. അത് സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളുടെ മതിൽക്കെട്ടുകൾ തകർക്കുന്നു. ധനികനും ദരിദ്രനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. വരും തലമുറയായ നമ്മൾ വിദ്യാർത്ഥികൾ ഈ വ്യവസ്ഥിതിയുടെ സാമൂഹിക വശങ്ങളെ കൂടുതൽ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. സാമ്പത്തികാസമത്വങ്ങളില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു നല്ല നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.